ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആരുമോളെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരുവിനെയും മഹിയെയും വിളിക്കാമെന്ന സീത ഒരു നിമിഷം അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ട കാഴ്ചയിൽ സ്റ്റക്കായി നിന്നതും സീതയുടെ ശബ്ദം കേട്ടതും ആരു വേഗം മഹിയെ നടന്നു മാറി. നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ, വേഗം വരാൻ നോക്ക് രണ്ടാളും. ഇരുവരുടെയും മുഖത്ത് നോക്കാൻ മടിച്ചുകൊണ്ട് സീത അതും പറഞ്ഞ് താഴേക്ക് പോയി. അയ്യേ, നാണക്കേട്. സീതമ്മ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? നിസാരമായിട്ടില്ല അതും പറഞ്ഞ് മാഹി ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് പോയതും ആരവൻ ഫ്രഷായി വരുന്നതും കാത്ത് ബെഡിൽ വന്നിരുന്നു. മാഹി ഫ്രഷായി വന്നതും ആരും അവനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് പോയി. സീതയെ കണ്ടതും ആരുവിന് അവരെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയതും അവൾ അവരെ നോക്കാതെ വേഗം മാഹിയെ ചെയറിലേക്ക് പിടിച്ചിരുത്തി അവന് വേണ്ടതെല്ലാം വിളമ്പി കൊടുത്ത് തനിക്ക് കഴിക്കാനുള്ളതെടുത്ത് മഹിക്കരികിൽ വന്നിരുന്നു. ആരു ഭക്ഷണം കുഴിച്ച് ഉരുളിയാക്കി വായിലേക്ക് വെക്കും മുമ്പ് അവളുടെ കയ്യിൽ മാഹിയുടെ പിടി വീണിരുന്നു. മാഹി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതും ആര് തന്റെ കയ്യിലുള്ള ഉരുള മാഹിയുടെ നേരെ നീട്ടിയതും അവൻ വേഗം വാ തുറന്ന് അത് വാങ്ങിക്കഴിച്ചു. ആരുവിന്റെ കയ്യിൽ നിന്നും ആദ്യ ഉരുള കിട്ടിയതും മാഹി അവന്റെ പ്ലേറ്റിലുള്ള ഭക്ഷണം സ്വയം വാരി കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇതെല്ലാം കണ്ട് എല്ലാവരിലും സന്തോഷം നിറഞ്ഞുവെങ്കിലും ഒരാളിൽ മാത്രം ഇതെല്ലാം ദേഷ്യവും അരോചകത്വവും നിറച്ചു. മാഹിയേട്ടാ. ആരു ഭക്ഷണമൊക്കെ കടിച്ചു കഴിഞ്ഞ് ഇന്ദുവിനും സീതക്കുമൊപ്പം അടുക്കളയൊതുക്കി റൂമിലേക്ക് വന്നതും ബെഡിൽ ഫോണും നോക്കി കിടക്കുന്ന മഹിയെ കണ്ട് അവൻ അരികിൽ മഹിയോട് നെഞ്ചോട് പറ്റി ചേർന്ന് കിടന്നുകൊണ്ട് ആരു വിളിച്ചു. മഹി ഫോണിലേക്ക് നോക്കി ഒരു കൈ കൊണ്ട് ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മൂളിയതും ആരവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മാറ്റി വെച്ചു. ഇനി ഇങ്ങനെ കുടിക്കരുത്, ഇതൊക്കെ നിർത്തി എൻ്റെ മഹിയുടെ നല്ല കുട്ടിയാകണം, ഇനിയും ആരെ കൊണ്ട് മോശം പറയിപ്പിക്കരുത്. മഹിയുടെ മുഖം തൻ്റെ നേരെ തിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആരു പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടില്ലേ? തിരിച്ച് തന്നെ ചുറ്റിപ്പിടിച്ച് ഒന്നും പറയാതെ കിടക്കുന്ന മഹിയെ നോക്കിക്കൊണ്ട് ആര് ചോദിച്ചു. ആരുവിന് ടോപ്പിന് പിറകിലെ സിബ് അഴിക്കുന്നതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് മഹി ഒന്ന് മൂളിയാൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞത് അനുസരിക്കുകയും വേണം. പിന്നെ നാളെ ശനിയല്ലേ, എൻ്റെ കൂടെ ക്ഷേത്രം വരെ വരണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കും മഹിയേട്ടാ. മാഹി ടോപ്പിന്റെ സിബ് അഴിച്ചു മാറ്റി അവളുടെ ഷോട്ടിൽ നിന്നും ടോപ്പ് താഴേക്ക് താഴ്ത്തിയതും ആരു പതിയെ മാഹിയുടെ കൈകളിൽ അവനെ തടയാനായി അടിച്ചുകൊണ്ട് ആരു പറഞ്ഞു. ഞാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഇപ്പം നൂരി മാറ്റി, എനിക്ക് ഉറക്കം വരുന്നു. മാഹി പറഞ്ഞത് കേട്ട് ആരും അവനെ കൂർപ്പിച്ച് നോക്കി. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വേറെ പലതിലാണ് ശ്രദ്ധ. ആര് ഷോൾഡറിൽ നിന്നും ഇറങ്ങി കിടന്ന ടോപ്പ് തിരികെ കയറ്റിയിട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ നീ പറഞ്ഞതൊക്കെ കേട്ടു, നീ അത് മാറ്റി, എനിക്ക് ഉറങ്ങണം. മാഹി വീണ്ടും ആരുവിനെ ടോപ്പ് അടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും ആരിനി മഹിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആരു മഹിയുടെ കൈകൾ മാറ്റി ബെഡിൽ എണീറ്റിരുന്ന് ടോപ്പ് ഊരിയതും മഹി ആരുവിനെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി അവളുടെ മാറിൽ മുഖം പൊഴുത്തി കിടന്നു. ഇതൂടെ വേണ്ടായിരുന്നു. മഹി ആരുവിന്റെ മാറിൻ ചുഴിയിൽ അമർത്തി ചുംബിച്ച് അവളുടെ മാറിൽ നിന്നും മിന്നൽ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്, മര്യാദക്ക് അടങ്ങി കിടക്കും മഹിയേട്ടാ. ആരു വേഗം മഹിയെ തടഞ്ഞ് ഗൗരവത്തിൽ പറഞ്ഞതും മഹി മുഖം വീർപ്പിച്ച് ആരുവിന്റെ മാറിൽ മുഖം പൂഴ്ത്തി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നതും മഹിയെ ചേർത്ത് പിടിച്ച് ആരുവും കിടന്നു. രാവിലെ തന്നെ ആരു മഹിയെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് അവനെയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലെത്തിയതും ആരുള്ളിലേക്ക് തൊഴാൻ വരാൻ മടിച്ചു നിന്ന മഹിയെ പുറത്തിരിക്കാൻ സമ്മതിക്കാതെ കണ്ടിട്ടി പേടിപ്പിച്ച് തൻ്റെ കൂടെ തൊഴാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ശനിയാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. ഷർട്ട് ഉരിവെക്കും മഹിയേട്ടാ. അതൊക്കെ എന്തിനാ? ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഷർട്ട് ഇടാൻ പറ്റില്ല. ആരു പറഞ്ഞത് കേട്ട് മഹി ഷർട്ട് ഊരി ആരുവിൻ്റെ കയ്യിൽ കൊടുത്തതും ആരു മഹിയെയും കൊണ്ട് ക്ഷേത്രത്തിനടയിലേക്ക് നടന്നു. കൈകൂപ്പി പ്രാർത്ഥിക്കും മഹിയേട്ടാ. ഭഗവാന്റെ നടക്കിലെത്തിയിട്ടും പ്രാർത്ഥിക്കാതെ നിൽക്കുന്ന മഹിയെ കണ്ട് ആരു പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല. ആരു പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ മഹി പറഞ്ഞു. ഓ, ഇങ്ങനൊരു മനുഷ്യൻ, പ്രാർത്ഥിച്ചില്ലേലും വേണ്ട, ഇങ്ങനെ ഒന്ന് കൈകൂപ്പി നിൽക്കും മഹിയേട്ടാ. ആരു മഹിയുടെ കൈകൾ കൂപ്പിവെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഒരിക്കലും ഈ മനുഷ്യനൊപ്പം ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല. ഇപ്പം എല്ലാം ഈ മനുഷ്യനാണ്. എൻ്റെ മഹിയേട്ടനെ ഒരിക്കലും അകറ്റരുതേ. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന അവരുടെ മഹിക്കുട്ടിനെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എന്നെ സഹായിക്കണം. ആര് ശിവഭഗവാന്റെ മുന്നിൽ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചു. ആരിശി, കഴിഞ്ഞില്ലേ? വാ പോകാം. മാഹി പതി ആരുവിനെ തോണ്ടി വിളിച്ച് ചോദിച്ചു. മിണ്ടാ നിൽക്ക് മഹിയേട്ടാ, കുറച്ച് കഴിയാതെ പോകാൻ പറ്റില്ല. ആരു പതിയെ മഹിയെ നോക്കി കണ്ണിരട്ടിക്കൊണ്ട് പറഞ്ഞതും മാഹി പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. ഇത്തിരി കഴിഞ്ഞതും തിരുമേനി വന്ന് ഇരുവർക്കും തീർത്ഥം കൊടുത്തതും കൈക്കുമ്പിളിൽ വാങ്ങിയ തീർത്ഥവുമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന മഹിയെ കണ്ട്
ആര് തൻ്റെ കയ്യിലുള്ള തീർത്ഥം കുടിച്ച് ബാക്കി തലയിലൂടെ കുടഞ്ഞ് അതുപോലെ ചെയ്യാൻ മാഹിക്ക് കാണിച്ചു കൊടുത്തു. ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ വരാത്തത് കൊണ്ട് തന്നെ മാഹിക്ക് ഒന്നിനെക്കുറിച്ചും അറിയില്ലായിരുന്നു. എന്നാലും ആര് പറഞ്ഞതുപോലെ തന്നെ മാഹി ചെയ്തതും ആരവൻ്റെ കാട്ടിക്കൂട്ടിലേക്ക് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി നിന്നു. പ്രസാദം കിട്ടിയതും ആര് കാണിക്ക വെച്ച് മാഹിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഇനി എനിക്ക് തൊട്ടുതാ മാഹിയേട്ടാ. മാഹിക്ക് ചന്ദനം തൊട്ട് കൊടുത്തതിന് ശേഷം മാറി ഇരച്ചീന്തിലുള്ള ചന്ദനം മാഹിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല. ആര് പറഞ്ഞത് കേട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് മാഹി പറഞ്ഞു. ഇതിന് കുറെ അറിയാനൊന്നുമില്ല. ദാ ഈ വിരൽ കൊണ്ട് ദാ ഇങ്ങനെ ചന്ദനം തൊട്ട് എന്നെ നെറ്റിയിൽ തൊട്ട് തന്നാൽ മതി. ആര് മാഹിയുടെ വിരലെടുത്ത് അതിൽ ചന്ദനമാക്കിക്കൊണ്ട് പറഞ്ഞതും മാഹി തൻ്റെ വിരലിലുള്ള ചന്ദനം കൊണ്ട് ആരുവിനെ നെറ്റിയിൽ നീട്ടി വരച്ച് ചന്ദനം തൊട്ടു കൊടുത്തു. കൊള്ളാം, ഇപ്പം സൂപ്പറായിട്ടുണ്ട്. ആരുവിനെ നെറ്റിയിലെ വലിയ ചന്ദനക്കുറി കണ്ട് മാഹി അവളെ നോക്കി കൈകൾ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞതും ആര് മാഹിയെ കള്ളദേശത്തിൽ കൂർപ്പിച്ച് നോക്കിയതും തള്ളവിരലും ചൂടുവിരലും കൊണ്ട് അവളുടെ ചുണ്ടിനെ ഞെരടി വിട്ടു മാഹി വേഗം ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടന്നു. വീട്ടിലെത്തിയതും ആര് പ്രസാദം ഇന്ദുവിനെ ഏൽപ്പിച്ച് മാഹിയെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ മാഹി പോയതും ആര് ഡ്രസ്സ് മാറ്റി വന്ന് ഇന്ദുവിനൊപ്പം കിച്ചണിൽ നിൽക്കുമ്പോഴാണ് സൂര്യ അവളെ വിളിച്ചത്. എന്താച്ചാ വിളിച്ചത്? സൂര്യൻ്റെ വിളി കേട്ട് ആര് പൂമുഖത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇതാരാ വന്നിരിക്കുന്നത് നോക്കുമോളെ. സൂര്യ ഷാരോണിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും ആരുവിൻ്റെ മുഖം വിട്ടിരുന്നു. ഏട്ടാ. ഷാരോണിനെ കണ്ടതും ആര് ഓടിപ്പോയി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. സുഖാണ് മോളെ നിനക്ക്? ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷാരോൺ ചോദിച്ചു. സുഖാണേട്ടാ. ഏട്ടനോ? ആ സുഖം. ദേവുവിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏട്ടാ? ഈ ടൈമിൽ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വെച്ചാൽ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവനിവിടെ വന്ന കാലി തന്നെ നിർത്താതെ അകത്തേക്ക് കൊണ്ടുപോകും മോളെ. ശരി അച്ഛാ. ഏട്ടാ വാ അകത്തിരിക്കാം. സൂര്യ പറഞ്ഞത് കേട്ട് ആര് ഷാരോണിനെയും പിടിച്ചു വലിച്ച് സ്വീകരണ മുറിയിലേക്ക് നടന്നു. എന്നാലേ ഞാൻ ഇറങ്ങാം. ഇനി നിന്ന് ഓഫീസിലെത്താൻ വൈകും. ഇന്ദു കൊടുത്ത ചായയും കുടിച്ചിരുന്ന ഷാരോണിനെ നോക്കി സൂര്യ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. മാഹി ഇല്ലേ ആരും ഇവിടെ? യാത്ര പറഞ്ഞു പോയ സൂര്യയെ നോക്കി ഷാരോൺ ആരുവിനോടായി ചോദിച്ചു. ഇല്ല, മാഹിയേട്ടൻ പുറത്തു പോയി. എന്തേട്ടാ? ഒന്നുമില്ല. ഇന്ദവിടെ ഉള്ളത് കൊണ്ട് ഷാരോൺ വന്ന കാര്യം പറയാൻ മടിച്ചു. മോളെ എന്നാ ഞാൻ ഇറങ്ങാം. ഒഴിഞ്ഞ ചായക്കപ്പ് മേശയിലേക്ക് വെച്ചുകൊണ്ട് ഷാരോൺ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പോവേട്ടാ. അതെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇറങ്ങാനൊരുങ്ങിയ ഷാരോണിനെ നിർബന്ധിച്ചുകൊണ്ട് ഇന്ദുവും പറഞ്ഞു. അയ്യോ, അതുവരെ നിന്ന വൈകും, അതൊക്കെ പിന്നീടാകാം. അതും പറഞ്ഞ് ഷാരോൺ വെളിയിലേക്ക് ഇറങ്ങിയതും അവനെ യാത്രയാക്കാനായി ആരും ഷാരോണിൻ്റെ കൂടെ പുറത്തേക്ക് പോയി. മോളെ, ഏട്ടൻ വന്നത് മോളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. വണ്ടിയുടെ അരികിലെത്തിയതും ഷാരോൺ നടത്തം നിർത്തി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആരുവിനോടായി പറഞ്ഞു. എന്തേട്ടാ കാര്യം? ഞാൻ മാധവച്ചൻ്റെ ആക്സിഡൻറ്റിൽ സംശയം തോന്നി എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ആ കേസ് ഒന്നുകൂടി അന്വേഷിക്കാൻ ഏൽപ്പിച്ച കാര്യം മോളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ ഏട്ടാ? ആ ഉണ്ടായി മോളെ. അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. മാധവനച്ഛൻ്റേത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല, കരുതി കൂട്ടി ചെയ്ത കൊലപാതകമാണ്. ഷാരോൺ പറഞ്ഞത് കേട്ട് ആരും ഞെട്ടി അവനെ നോക്കി. സത്യമാണോ ഏട്ടാ? ആര് തൻ്റെ അച്ഛനെയോർത്ത് നിറകണ്ണോട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സത്യമാണ് മോളെ, ഇതിൻ്റെ പിന്നിൽ മഹിയെന്നാ അവൻ പറഞ്ഞത്. ഷാരോൺ സങ്കടത്തോടെ പറഞ്ഞത് കേട്ട് ആരും തറഞ്ഞു നിന്നു. ഏട്ടൻ വെറുതെ പറയല്ലേ, എൻ്റെ മയണ്ണ അങ്ങനൊന്നും ചെയ്യില്ല. ആര് നിറകണ്ണുകളോടെ ഷാരോണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും ആദ്യം വിശ്വസിച്ചില്ല മോളെ. പക്ഷെ അന്ന് മാധവച്ചൻ്റെ കാറിലേക്ക് ലോറിടിപ്പിച്ച് കയറ്റിയവനെ പോക്കി ഒന്ന് കുടഞ്ഞപ്പോൾ അവനാ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ മഹിയാണെന്ന്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മഹിയുടെ എന്തിൻ്റെ അച്ഛനെ കൊല്ലണം? നിന്റെ അച്ഛൻ മരിക്കുന്നതിന് കുറച്ചാഴ്ചകൾക്ക് മുമ്പാ നീയും മാധവച്ചനും കൂടി മഹിക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസ് കൊടുത്തതും അവനെ ജയിലിലാക്കിയതും. അതിൻ്റെ ദേഷ്യം തീർക്കാനാണ്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് തന്നെ മാധവച്ചൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിച്ച് പോയിരുന്നു. ദൃക്സാക്ഷികൾ വരെയുണ്ട്. ആ സംഭവത്തിൻ്റെ പിറ്റേ ദിവസം ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. മോളെ ഏട്ടൻ പറഞ്ഞ് വിശ്വസിക്കണം. മഹി ചതിക്കാൻ മോളെ. മോളെ കൂടി സ്നേഹം നടിച്ച് ഇല്ലാതാക്കാനാ അവൻ്റെ പ്ലാന്. അതിനനുവദിച്ചുകൂടാ. അതും പറഞ്ഞ് ഷാരോ നിറകണ്ണാലോ ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആരവിൻ്റെ കയ്യിൽ ചെറിയൊരു കുപ്പി വെച്ച് കൊടുത്തു. അവനിനി ജീവനോടുണ്ടായ എൻ്റെ മോൾക്ക് അതിൻ്റെ ദോഷം. നിന്റെ കുടുംബം ഇല്ലാതാക്കിയവനെ ഇല്ലാതാക്കേണ്ടത് നീയാ. പേടിക്കണ്ട, നിനക്കൊരു പ്രശ്നവും വരാതെ ഏട്ടൻ നോക്കിക്കൊള്ളാം.
അത് പറഞ്ഞ സങ്കടത്തോടെ ഒന്നുകൂടെ ആരുവിനെ ചേർത്ത് പിടിച്ച് ഷാരോൺ പോയതും ആരു കയ്യിലുള്ള വിഷക്കുപ്പിയും നോക്കി തറഞ്ഞു നിന്നു. ഷാരോൺ പറഞ്ഞതൊക്കെ ആലോചിച്ച് ആരുവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒപ്പം മനസ്സും ബുദ്ധിയും തമ്മിൽ പിടിവലി കൂടിയതും തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവൻ ആലോചിച്ച് അവളുടെ കണ്ണിൽ കനലെരിഞ്ഞു. കയ്യിലുള്ള പോയിസൺ കുപ്പി ആരും കാണാതെ മറച്ചു വെച്ച് ആര് കിച്ചണിലേക്ക് നടന്നു. മഹിയേട്ടാ ദാ. വൈകിട്ട് വീട്ടിൽ വന്ന മഹിക്ക് നേരെ ഗ്ലാസ് നീട്ടി മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് ആര് പറഞ്ഞു. എന്താ ഇത്? മഹി ആരുവിനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ജ്യൂസാണ്, കുടിച്ചേ. അത് പറഞ്ഞ ആര് വേഗം ഗ്ലാസ് മഹിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. നിനക്ക് എന്തു പറ്റി? ആരുവിൻ്റെ മുഖഭാവം കണ്ട് അവളെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ചെറിയൊരു തലവേദന, മരുന്ന് കഴിച്ചു, ഇപ്പൊ കുറവുണ്ട്. മഹിയേട്ടനത് കുടിക്ക്. ആര് പറഞ്ഞത് കേട്ടതും മഹി ഒന്ന് മൂളിക്കൊണ്ട് ആ ജ്യൂസ് ഗ്ലാസ് ചുണ്ടോട് ചേർത്തതും ആര് മഹിയെ തന്നെ നോക്കി അവനരികിൽ നിന്നു.